ഫ്രണ്ട്സ്, എൻ്റെ നാടായിട്ടുള്ള കാപ്പ് വെട്ടത്തൂര് എത്ര പേർക്ക് ഈ ഒരു സ്ഥലം അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് പെരിന്തൽമണ്ണയിൽ നിന്നൊരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഒരു മെയിൻ ആഘോഷ പരിപാടിയാണ് എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള കാപ്പ് നേർച്ച. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് 48ാമത്തെ കാപ്പ് നേർച്ചയാണ്. ഇത് 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ആഘോഷ പരിപാടി ഇവിടെ നടത്താറുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ 3ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്ന മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പകൽ ഇവിടെ കുറേ ദഫ്മുട്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടാവും. അതിനുശേഷം വൈകുന്നേരമാണ് മെയിൻ ആഘോഷ പരിപാടികൾ. വൈകുന്നേരം നമ്മളുടെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെട്ടിവരവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മൾക്ക് കാണാം എന്താണ് ആ ഒരു ടൈമിലുള്ള ആഘോഷങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു പെട്ടിവരവാണ് ഈ ഒരു നേർച്ചയുടെ മെയിൻ ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ DJ പാർട്ടിയും കുറേ നാസിക് ഡോള് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ചെറിയൊരു പെട്ടിയുമായിട്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ പെട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് അരി, തേങ്ങ, അവില്, പിന്നെ കുറച്ച് ക്യാഷ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ പെട്ടി. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് ഒരു ആചാരപരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികളൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് നിങ്ങളെ ജസ്റ്റ് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ നേർച്ചയുടെ ഒരു പ്രത്യേകത, 3 ദിവസവും നേർച്ചയുടെ 3 ദിവസം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട്. കഞ്ഞിയും ഓർക്കാപ്പിളി അച്ചാറും. ഓർക്കാപ്പിളി എന്നാണ് നമ്മളുടെ ഈ ഒരു നാട്ടിൽ ഈ സാധനത്തിന് പറയുന്നത്. ഈ ഒരു ഫ്രൂട്ടിന് നമ്മൾ ഓർക്കാപ്പിളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. സംഭവം നേർച്ച എന്നുള്ളൊരു പേര് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ആചാരമായിട്ടല്ല ഇവിടെ നടക്കുന്നത്. സകല മതസ്ഥരും ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മ, നാടിൻ്റെ ഒരു ഒത്തൊരുമയുടെ ഒരു വിജയം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു എല്ലാ കൊല്ലവും നേർച്ച നടത്തിക്കൊണ്ടുവരുന്നത്. ഈ നേർച്ച നടത്തപ്പെടുന്നത് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ എന്ന് പറയുന്ന ഒരു മഹാന്റെ പേരിലാണ് ഈ ഒരു നേർച്ച നടത്തപ്പെടുന്നത്. മണ്ണാർക്കാട് അടുത്തുള്ള അമ്പംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഈ അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയയുടെ പേരിൽ നേർച്ച നടത്തി വരാറുണ്ട്. ഇപ്പം നമ്മളുടെ പ്രദേശത്ത് കാപ്പിലുള്ള ഒരു ഫാമിലിയാണ് കഴിഞ്ഞ 48 വർഷങ്ങളായിട്ട് ഈ അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയയുടെ നേർച്ച നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു വീട്ടിൻ്റെ മുറ്റത്ത്, അവരുടെ ഈ ഒരു വീട് പരിസരത്താണ് ഇപ്പോൾ ഈ ഒരു നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ നേർച്ച നടക്കുന്ന സ്ഥലം. ഈ ഒരു വീടും ഇതിൻ്റെ ഈ ഒരു പരിസര പ്രദേശങ്ങളിലായിട്ടാണ് നമ്മളുടെ ഈ ഒരു പരിപാടികളെല്ലാം നടക്കുന്നത്. ഈ ഇരിക്കുന്ന ആളുടെ പേരാണ് കാപ്പുങ്കൽ ഇബ്രാഹിം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഈ നേർച്ച നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു നേർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. എന്നാൽ പോലും കുറേ പേര് ഈ നേർച്ചപ്പറമ്പിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. കുറേ ഫാമിലി ആയിട്ട് സ്ത്രീകളും എല്ലാവരും ഇപ്പോഴും എത്തിയിട്ടുണ്ട്. പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പരിപാടിൻ്റെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നേർച്ചയുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടുള്ള പെട്ടിവരവ് പോലുള്ള പരിപാടികളൊക്കെ ഈവനിങ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ബാൻഡ് മേളം അതുപോലെ ദഫ്മുട്ട് പോലുള്ള കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കന്നിപ്പുര. ഇവിടെ ഫുൾ ടൈം കന്നി കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആളുകൾ ഒരു ഫിക്സ്ഡ് ടൈമിൽ മാത്രമല്ല, മോർണിംഗ് ടു ഈവനിങ്ങിൽ ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. കുറേ പേര് ഒരു പ്രാവശ്യം മാത്രമൊന്നുമല്ല, കുറേ പ്രാവശ്യം ഒരു ദിവസം തന്നെ വന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. കന്നി ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ കന്നി? ഇപ്പോൾ ഞാൻ നേർച്ചപ്പറമ്പിൻ്റെ അവിടെ നിന്ന് പോകുന്നത് നമ്മളുടെ ക്ലബിൻ്റെ പെട്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ പെട്ടി കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരന്നിരിക്കുന്ന ഈ പെട്ടികളാണ് നമ്മൾ ഈ പെട്ടി എന്ന് പറയുന്ന സംഭവം. ഇതിങ്ങനെ ജസ്റ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള അരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. Girls Kundariki
ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു നാട്ടിലത്തെ പെട്ടി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ നമ്മളുടെ ഈ നേർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചാടി കളിച്ച് ഡാൻസ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടേ ആ ഒരു സ്ഥലത്തെത്തുള്ളൂ. നമ്മളുടെ നാട്ടിൽ ഈ ഒരു പെട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 60,000 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റം, പേപ്പർ പോപ്പർ, ഫയർ വർക്ക്സ് ഉൾപ്പെടെയുള്ള അടിപൊളി സെറ്റിങ്സാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പെട്ടിയുടെ കൂടെ ഡാൻസൊക്കെ ചെയ്ത് നടന്ന് വീണ്ടും നേർച്ചപ്പറമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ നേർച്ചപ്പറമ്പിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നേർച്ച കമ്മിറ്റിയുടെ കുറച്ച് ആളുകൾ ഒരു ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് നമ്മളുടെ ആ ഒരു സെറ്റിങ്സൊക്കെ ഉള്ള ആ ഒരു വണ്ടി ഉണ്ടല്ലോ നമ്മൾ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ അടുത്തോട്ട് നടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഫയർ വർക്ക്സൊക്കെ കഴിഞ്ഞ് ഇനി DJ, ഡാൻസ്, അങ്ങനെ കളറ് പരിപാടികളാണ്. നമ്മുടെ 60,000 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റം ഈ നീർച്ചപ്പറമ്പ് ഇങ്ങനെ കുലുക്കിയും കൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാരൊക്കെ ചാടി തിമിർക്കുകയാണ്. ചെക്കന്മാർ മാത്രമല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഒരു പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു നേർച്ചപ്പറമ്പിലുണ്ട്. സ്ത്രീകളും കുട്ടികളും ലേഡീസും എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളുടെ ഒരു നാടിൻ്റെ ആഘോഷമാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ജാതി, മതം, അങ്ങനത്തെ വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് കളറാണ്, ഇനിയൊന്നും പറയാനില്ല, എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക.
നമ്മളുടെ നേർച്ചപ്പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഡാൻസും DJ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ നേർച്ച പരിപാടികൾക്കൊക്കെ മെയിനായിട്ട് വിൽക്കുന്നൊരു സാധനമാണിത്. നമ്മളുടെ നാട്ടിലിതിന് മലപ്പുറം മിഠായി എന്നാണ് പറയാറ്. എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിലും ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ പെട്ടി വന്നിട്ടൊരു മണിക്കൂറോളമായി. എല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ അടുത്ത പരിസര പ്രദേശമായിട്ടുള്ള മേൽക്കുളങ്ങരയുടെ പെട്ടി എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അവരുടെ ആർമാദിക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ നേർച്ചപ്പറമ്പ് അവർക്കായിട്ട് ഒഴിഞ്ഞു കൊടുത്തു. ഇനി ഇതുപോലെ നമ്മളുടെ അടുത്തുള്ള 3-4 സ്ഥലങ്ങൾ ആയിട്ടുള്ള തേലക്കാട്, പൊതാക്കല്ല് എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കൂടി പെട്ടികൾ വരാനുണ്ട്. അങ്ങനെ ഈ ഒരു പെട്ടി വരവും ഈ ഒരു ആഘോഷമായിട്ട് ഏകദേശം ഒരു സുബൈ വരെ 4-5 മണി വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം നാളെ രാവിലെ ഇവിടെ ഒരു അന്നദാനവും മൗലൂദ് പാരായണം ഉണ്ടാവും. അതോടെ ഈ ഒരു നേർച്ച ഈ വർഷത്തെ 48ാമത്തെ നമ്മളുടെ ഈ ഒരു നേർച്ച പരിസമാപ്തിക്കും. ഇനി അങ്ങോട്ട് പുലർച്ചെ വരെ ഇതേ അവസ്ഥ തന്നെ, ഇവിടെ ഇതേ വൈബാവും. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു നേർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്നെപ്പോലെ നിരവധി പ്രവാസികളുണ്ട് നമ്മളെ നാട്ടിൽ. നേർച്ച പങ്കെടുത്തിട്ട് കുറേ കാലമായിട്ടുള്ളവരും അങ്ങനെ ഈ നേർച്ചയിൽ എന്തായാലും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ സാഹചര്യം കാരണം ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. കാപ്പ് നേർച്ചയുടെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.